TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴഞ്ചേരിക്ക് സമീപം ചെറുകോലിൽ ഓഗസ്റ്റ് 21 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. നോയൽ ഓഡിറ്റോറിയം, ചെറുകോൽ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചെങ്ങന്നൂരിൽ ഓഗസ്റ്റ് 22 ശനി രാവിലെ 10-ന്. ഗിരിദീപം ഓഡിറ്റോറിയം, ക്രിസ്ത്യൻ കോളേജിന് സമീപം, MC റോഡ്, ചെങ്ങന്നൂർ. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം, ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദി. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ചായിരിക്കാൻ കർത്താവ് അനുവദിച്ച വലിയ ദയക്കായി, കരുണയ്ക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നന്മയുടെ റിച്ചസ്, ഗുഡ്നസ്, നന്മയുടെ സമൃദ്ധി അതാ നമ്മുടെ മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ലതായതുകൊണ്ടല്ല, കർത്താവ് നല്ലവനായതുകൊണ്ട് നമ്മളെ ദീർഘമായി ക്ഷമിച്ച് ദിനംതോറും നമ്മളെ ജയോത്സവമായി നടത്തുന്നു തൻ്റെ നാമത്തിനു വേണ്ടി. അതാ ഒരു മനോഹരമായ ഒരു വചനമുണ്ട്, ഫോർ മൈ സേക്ക് ഐ വിൽ ഫോർഗീവ് യുവർ സിൻ എന്ന് പറഞ്ഞാൽ, കർത്താവിന് വേണ്ടി നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ കൂട്ടായ്മ നിലനിർത്തുവാൻ നിങ്ങളെയും എന്നെയും ഈ ലോകത്തിൽ ഒരു അനുഗ്രഹത്തിൻ്റെ അടയാളമായി, സമൃദ്ധിയുടെ, സംരക്ഷണത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ, അടുത്ത തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് കാണിക്കുവാൻ ഒരു അടയാളമായി നമ്മളെ സൂക്ഷിച്ചിരിക്കുക. എപ്പോഴും ഓർത്തോണം, ഇതൊന്നും നമ്മുടെ ഗുണം കൊണ്ടല്ല, കർത്താവിൻ്റെ നന്മ കൊണ്ടാണ്. ദ റിച്ചസ് ഓഫ് ഹിസ് ഗുഡ്നസ്. കർത്താവ് നമ്മളെ വലിയൊരു അനുഗ്രഹത്തിൻ്റെ ഒരു സീസണിലേക്ക്, നന്മ അനുഭവിക്കുന്ന ഒരു സീസണിലേക്ക് പ്രവേശിപ്പിക്കുക. ഈ വർഷം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, നമ്മുടെ ഈ വർഷത്തെ ദൂത് തന്നെ ബിഹോൾഡ്, വിസ്മയിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വർഷം, അതിൻ്റെ ഗുഡ്നെസ്സിൻ്റെ കാലഘട്ടമായി. കഴിഞ്ഞ ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്, ഈ ജൂൺ മാസം മുതൽ ഐ എം ഗോയിങ് ടു റിലീസ് മൈ ഗുഡ്നെസ്, ദ റിച്ച്നെസ് ഓഫ് മൈ ഗുഡ്നെസ് അപ്പോൺ ദ ചർച്ച് ഇൻ എ മാനർ ദാറ്റ് യു ഹാവ് നെവർ എവർ തോട്ട്. അതുപോലെ നന്മയുടെ ഒരു കാലഘട്ടം ആരംഭിക്കുക. സോ ചിയർ അപ്പ്. കഴിഞ്ഞ പുറകോട്ടുള്ള പിൻപിലുള്ളതിനെല്ലാം മറന്ന് മുമ്പോട്ട് ആഞ്ഞ് കർത്താവ് വലിയവ ചെയ്യുമെന്നുള്ള ഹൃദയത്തിൽ പ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ചലഞ്ചസ് വന്നേക്കാം, വെല്ലുവിളികൾ വന്നേക്കാം. ആ സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച്, സ്വന്തം സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ കോൺടാക്ട്സ് ഒക്കെ ഉപയോഗിക്കാൻ നോക്കുന്നതിന് പകരം കർത്താവായ യേശു ക്രിസ്തുവിനോ മുമ്പിൽ മുട്ടുമടക്കി കർത്താവിൽ നിന്നും ഒരു സൊല്യൂഷൻ തേടിയാൽ യു ക്യാൻ ഡ്രോ സ്ട്രെങ്ത് ഫ്രം ഹിം. പലപ്പോഴും സംഭവിച്ച് കണ്ടിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ തന്നെ പണ്ട് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ്. നമ്മൾ സ്വന്തം നീതിയെ, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ നീതിയായ ക്രിസ്തുവിൽ ആശ്രയിക്കാതെ സ്വയമേ നീതിയിൽ രസിക്കുക. അതിനെക്കുറിച്ചാണ് റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ഫോർ ദേ ബി ഇഗ്നറൻറ്റ് ഓഫ് ഗോഡ്സ് റൈച്ചസ്നെസ് ആർ സീക്കിംഗ് ടു എസ്റ്റാബ്ലിഷ് ദെയർ ഓൺ റൈച്ചസ്നെസ് ഹാവിങ് നോട്ട് സബ്മിറ്റഡ് ടു ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. അവർ ദൈവം സൗജന്യമായി നീതീകരിച്ച ദൈവത്തിൻ്റെ നീതിയായ യേശുവിൽ ആശ്രയിക്കാതെ, ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് സ്ട്രെങ്ത്, ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് ഗ്രേസ് ഫ്രം ജീസസ് ക്രൈസ്റ്റ്,
അവരവരുടെ മാർഗം വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. കർത്താവ് നമ്മുടെ ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും നിവർത്തിച്ച് കഴിഞ്ഞിരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു അനുഭവം, വി ഗെറ്റ് സച്ച് എ ലോട്ട് ഓഫ് പീസ്. യേശു പറഞ്ഞ 3 കാര്യങ്ങളാണ് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മളിൽ, പരിശുദ്ധാത്മാവിൻ്റെ സഹായം വരുമ്പോൾ യേശു പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം തരുന്ന സമാധാനമല്ല എൻ്റെ സമാധാനം. 3 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനമായി യേശു തരുന്നതാണ് സമാധാനം. വിഷയങ്ങൾ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്തൊരു പീസ്. ഞാൻ കർത്താവിൻ്റെ പൈതലാണ്. ഈ എത്ര വെല്ലുവിളി ഉണ്ടെങ്കിലും അതിൻ്റെ മധ്യത്തിൽ എനിക്കൊരു വഴിയുണ്ട്. ഒരു 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 ഞാൻ പറയേണ്ടിയ എന്നായി തീരുമെന്നുള്ള ഒരു വ്യാകുലത മാറി യേശു എൻ്റെ കർത്താവായതുകൊണ്ട് ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു വഴിയുണ്ട്. മൈ പീസ്. അതാണ് യേശു ക്രിസ്തു തന്നെ തെളിയിച്ചത്. താൻ ആ പടകിൽ യാത്ര ചെയ്യുമ്പോൾ വലിയ കൊടുങ്കാറ്റ് വരുമ്പോൾ തൻ്റെ ഉറക്കത്തിന് ഒരു കുഴപ്പവുമില്ല. കാര്യം തനിക്കൊരു കാര്യം അറിയാം, തന്നെ അയച്ചവൻ ഒരു നാളും തന്നെ കൈവിടത്തില്ല, വിട്ടിട്ടുമില്ല. സൃഷ്ടിക്ക് ഒരിക്കലും സൃഷ്ടാവിനെ തകർക്കാൻ പറ്റത്തില്ല. 2, യേശു പറഞ്ഞൊരു കാര്യമാണ് സന്തോഷം. യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞത് കേൾക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ഒബേ വാട്ട് ഐ സേ. അത് യോഹന്നാൻ 15 ആ യോഹന്നാൻ 15 താൻ പറഞ്ഞിരിക്കുന്നത്, കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിക്കാതെ ജീവനില്ല. വിച്ച് മീൻസ് എൻ്റെ സ്വന്തം സ്ട്രെങ്ത്തിൽ നിൽക്കുന്നതിനേക്കാളും ഒരു സാധ്യത തന്നിരിക്കുക കർത്താവിൻ്റെ സ്ട്രെങ്ത്ത് എൻ്റെ ഉള്ളിൽ വരാൻ. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ജീവനില്ല. വീണ്ടും യേശു പറയാം, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ പറ്റത്തില്ല. നിങ്ങൾ കേൾക്കുന്നവർ ചോദിച്ചേക്കാം, അങ്ങനെയാണെങ്കിൽ യേശുവിനെ അറിയാത്തവരൊക്കെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നില്ല, യേശുവിനെ കൂടാതെ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത്? അതിനകത്തൊരു ഐ ഹാവ് സീൻ മെനി പീപ്പിൾ ഹു ആർ റിച്ച്. നമ്മുടെ ലോകപ്രകാരം നോക്കിയാൽ വലിയ സമ്പന്നരാണ്, വലിയ ഉന്നത സ്ഥാനങ്ങളിലാണ്. പക്ഷേ അവർക്കൊന്നില്ലാത്തതൊന്ന് ദൈവമക്കൾക്കുണ്ട്. അത് സമാധാനമാണ്, അത് സന്തോഷമാണ്, ജോയ്. ഇംഗ്ലീഷിൽ അതിന് 2 വാക്കുണ്ട്. ജോയ് എന്നും പറയാം, ഹാപ്പിനെസ് എന്നും പറയാം. ജോയ് എന്ന് പറയുന്നത് അകത്തുനിന്ന് തള്ളി വരുന്ന സന്തോഷം. ലോകം തരുന്നത് ഹാപ്പിനെസ്സാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമ്പോഴുള്ള സന്തോഷം, നഷ്ടപ്പെടുമ്പോൾ സങ്കടം. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ സന്തോഷം അങ്ങനെയല്ല, അത് ബബിൾ ചെയ്ത് വരുന്നതാണ്. 3, യേശു പറയുന്നത് സ്വസ്ഥതയാണ്. നൗ ഇവിടെ ദൈവത്തിൻ്റെ പ്ലാന് സൗജന്യമായി തരാനാണെങ്കിൽ അതിന് വിപരീതമായി ഞാൻ ദൈവത്തിൽ ആശ്രയിക്കാതെ തന്നെ ഞാൻ ചെയ്യുമെന്ന് പറയുമ്പോൾ പൗലോസ് ഇവിടെ പറയാം, they are ignorant. They are ignorant and they are trying to establish their own righteousness. എന്നിട്ട് താൻ പറഞ്ഞു വന്ന 1-2 വാക്കുകളാണ്, തൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച്, ഫോർ ഹാർട്ട് വൺ ബിലീവ്സ് unto righteousness and the mouth confession is made unto salvation. ഹൃദയത്തിൽ നീതിക്കായി അഥവാ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിക്കുകയും വായിക്കൊണ്ടത് ഏറ്റുപറയുകയും കൂടെ ചെയ്യുമ്പോൾ യേശു എൻ്റെ കർത്താവ്. അവിടെയാ പല യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പോലും ഒരു അതിൻ്റെ ആ വില മനസ്സിലാകാത്തത്. വെൻ വി ഡിക്ലെയർ, വിശ്വസിച്ചാൽ മാത്രം പോരെ, അല്ല, വചനം പറയാം, കൺഫെസ് കൂടെ ചെയ്യണം, പറയുകയും കൂടെ ചെയ്യണം, എൻ്റെ കർത്താവ് യേശുവാണ്. കൺഫെഷൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അൺഇമാജിനബിളാണ്. പ്രത്യേകിച്ച് ഒരു ദൈവ പൈതലാണോ താൻ പറയുന്നതാണ് നടക്കുന്നത്. എൻ്റെ കൂടെ ഒന്ന് പറയാം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും. ഒന്നുകൊണ്ടൊന്ന് പറയാം, ആകയാൽ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും എന്ന് ധൈര്യത്തോടെ പറ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ നീതിക്കായി എന്ന് പറഞ്ഞാൽ എൻ്റെ അകത്തെ ആ ഇൻഫീരിയർ ഫീലിംഗ് മാറി ബോൾഡ്നെസ്സോടെ യേശു എൻ്റെ കർത്താവെന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ അവസ്ഥകൾ മാറും. എന്നിട്ടാണ് പറയുന്നത്, അവനിൽ 11-ാം വാക്യം, അവനിൽ
വിശ്വസിക്കുന്നവൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവൻ ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല. സ്നേഹിക്കുന്നൊരു പിതാവ് നമ്മുടെ മക്കൾ, നമുക്കറിയാം നമ്മുടെ മക്കളെ എങ്ങനെയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ആ മകൻ ഒരു പ്രശ്നത്തിലാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. യേശു പറഞ്ഞു, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെ പിതാവ് അത്രമാത്രം അധികം. പിന്നീട് ഏറ്റവും അധികമായി പറയുന്ന ഒരു വാക്കാണ് ഫോർ ദർ ഈസ് നോ ഡിസ്റ്റിങ്ഷൻ. അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ നൽകുവാൻ സമ്പന്നനാണ്. പ്രിയമുള്ളവരെ, യേശു എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെ വക്താവല്ല. യേശു എന്ന് പറയുന്നത് ഒരു സംഘടനയുടെ നേതാവല്ല. യേശു ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ പിതാവ് നിങ്ങളുടെയും എൻ്റെയും രക്ഷയ്ക്ക് വേണ്ടി, നിത്യജീവന് വേണ്ടി ദാനമായി തന്ന യേശു, ആ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ച് കർത്താവെ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് പറയുന്ന ഒരു വ്യക്തി, ഹി ബിക്കംസ് എ ന്യൂ ബോൺ അഗെയിൻ പേഴ്സൺ. തൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധിക്കും. അങ്ങനെ മാറ്റം വന്നൊരു കുടുംബത്തിൻ്റെ ടെസ്റ്റിമണിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആത്മഹത്യയുടെ വക്കിൽ നിന്നും TV പ്രോഗ്രാം കണ്ടതുകൊണ്ട് തന്നെ ആത്മഹത്യ വക്കത്തിൽ നിന്ന് മാറി ചില വർഷങ്ങൾ കൊണ്ട് അവരുടെ സാമ്പത്തികമായ മുഴുവൻ കടങ്ങൾ മാറി അവരിന്ന് സന്തോഷിക്കുക. ഇന്ന് അവരുടെ നോട്ടം നിത്യജീവൻ്റെ ആ സന്തോഷത്തിൽ അവർ നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു കഥയല്ല, ഇതൊരു നിർമ്മിത കഥയല്ല. അവൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും എന്ന് പറഞ്ഞാൽ മതമുണ്ടോ ജാതിയുണ്ടോ ഒന്നുമില്ല. സുവിശേഷം പെടുമ്പോൾ നടക്കുന്നത് എന്താ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു, ദ ലൈറ്റ്, ദ ഗ്ലോറി ഓഫ് ഗോഡ് ആ ഭവനത്തിലും ആ വ്യക്തിയിലും വരിക ചെയ്യുന്നത്. ഇരുട്ട് മാറും, അറിവില്ലായ്മ മാറും. ഇരുട്ടിൽ തന്നെ ഒരു ദ്രവത്വമുണ്ട്. ആ ദ്രവത്വം മാറി വെളിച്ചം വ്യാപരിച്ച് അവിടെ ഒരു പുതിയ കാര്യങ്ങൾ ആരംഭിക്കുക. ആ വ്യക്തി താമസിക്കുന്ന ഇടം മാറിപ്പോവും എന്ന് പറഞ്ഞാൽ ആ ചുറ്റുമുള്ള അവസ്ഥകൾ, ഭവനത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, നെയ്ബർഹുഡ് പോലും, അയൽവക്കം പോലും അനുഗ്രഹിക്കപ്പെടും. ഇന്ന് ഈ യേശു നമ്മുടെ കൂടെ ഉണ്ട്. യേശു വരാം എന്നല്ല പറഞ്ഞത്, ഞാൻ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെയുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നൊരൊറ്റ വാക്ക് പറയുമ്പോൾ യു വിൽ ഫീൽ ദ ഹോൾ റൂം ഫിൽഡ് വിത്ത് ദ പവർ ഓഫ് ഗോഡ്. ഇന്ന് നമുക്കൊരു മനോഹരമായി നമ്മുടെ കുവൈറ്റിലെ ലീഡർഷിപ്പിൽ നിന്ന് നിൽക്കുന്ന വർഷങ്ങൾക്ക് മുമ്പേ തകർന്ന കുടുംബത്തിൻ്റെ ഒരു സാക്ഷ്യം നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്യാം. ഒരു കാര്യം ദൈവജനത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ മറ്റുള്ളവർക്ക് ആശ്വാസത്തിന് കാരണമായി തീർന്നു. എനിക്ക് ഉറപ്പുണ്ട് ഈ ടെസ്റ്റിമണി നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസവും ധൈര്യവും വരും. യേശു നിങ്ങളെ വിടുവിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് വളരെയധികം പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ഒരു രാത്രി മാൻമാപ്പിള ഹാൾ കോട്ടയത്ത് ഞാൻ നടന്നു വരുന്ന സമയത്ത് അകത്ത് കയറി. സുവിശേഷ യോഗം എന്ന മോളിൽ എഴുതിയിട്ടുണ്ട്. ഒരു കേൾക്കുന്ന ഒരു സുവിശേഷകൻ്റെ സാക്ഷ്യത്തിൻ്റെ അവസാന ഭാഗം. ആ ഹാളിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ 10-15 പേര് ഫ്രണ്ടിലുണ്ട്. ആ ഹാളിൻ്റെ ഇരുട്ടത്ത് ആരും കാണാതെ ബാക്കിൽ ഞാൻ പോയിരുന്നു. ആ സുവിശേഷകൻ ഇങ്ങനെ പറഞ്ഞു, തൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടമായി, ആത്മഹത്യയുടെ വക്കിലെത്തി. എന്നാൽ യേശു വന്നു, തൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ മാറി. എന്തൊക്കെ നഷ്ടപ്പെട്ടോ അത് 4 മടങ്ങായി കർത്താവ് ദാനമായി തന്നു. അതിലപ്പുറം നിത്യതയുടെ ഉറപ്പും. ഞാൻ വീട്ടിൽ രാത്രി ഏകദേശം 12 മണിയായി വന്നു. അമ്മ വാതിൽ തുറന്നു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ, വലിയൊരു സാക്ഷ്യം കേട്ടു. തകർന്നു പോയ ഒരു ബിസിനസ്സുകാരൻ തൻ്റെ ജീവിതത്തിൽ യേശു വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ നമ്മുടെയും അതുപോലെ തന്നെ മാറും. അപ്പോൾ ഇദ്ദേഹം, ഈ പറഞ്ഞ ആൾ അമേരിക്കയിലുള്ള ഒരു ശുശ്രൂഷകൻ. എൻ്റെ അമ്മയുടെ ഇമ്മീഡിയറ്റ് റെസ്പോൺസ്, അത് അവർക്ക് കൊള്ളാം, അവർ അമേരിക്കയിലോ അല്ലേ, അവർക്ക് കൊള്ളാം, നമ്മുടെ അവസ്ഥ മാറുമോ? ഞാൻ പറഞ്ഞു, അമ്മേ, ആ യേശു തന്നെയാണ് എൻ്റെ അകത്തും ഇരിക്കുന്നത്. അവസ്ഥ മാറും, കർത്താവ് ഉയർച്ച തരും. അതിൻ്റെ കാരണം
നിത്യജീവനകത്ത് വന്നു കഴിഞ്ഞിരിക്കുക. നിത്യതയുടെ ഉറപ്പ് വന്നു. അതിൻ്റെ തെളിവ് ഈ ഭൂമിയിൽ തരും. അവസ്ഥ മാറിയേ പറ്റത്തുള്ളൂ. ഞാൻ പറയാം, ഇന്ന് നമ്മുടെ വിശ്വാസത്തെ കെടുത്തുന്ന വാക്കുകൾ വരുമ്പോൾ ക്യാൻസൽ ഇറ്റ് ഇൻ ജീസസ് നെയിം. അതിനെ പറയണം, നോ, യേശു ഉയർത്തുക തന്നെ ചെയ്യും. ആ ഉറപ്പും ധൈര്യം ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് വരട്ടെ. ഓവർ ടു ദ ടെസ്റ്റിമണി. എൻ്റെ പേര് സനു, ഇതെൻ്റെ ഭാര്യ സിനി, ഇതെൻ്റെ മൂത്ത മോൾ അലന, ഇതെൻ്റെ രണ്ടാമത്തെ മോൾ ഡീമ. ഞാൻ 15 വർഷമായിട്ട് കുവൈറ്റിൽ താമസിക്കുന്നു. എൻ്റെ പപ്പായ്ക്ക് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു. ഞാനും ആ ബിസിനസ്സിൽ നോർമലായിട്ട് ഞാനും കയറി. 2004 ഞങ്ങളുടെ ബിസിനസ് പൂർണ്ണമായിട്ടും തകർന്നു. 2004 കഴിഞ്ഞ് ഞങ്ങൾ ഈ ഫ്ലാറ്റിൽ താമസിക്കുമ്പോഴത്തേക്കിന് മുന്നോട്ട് ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ലാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുണ്ടായിരുന്നത്. ഒരു മാർഗ്ഗമെന്ന് പറഞ്ഞാൽ അന്ന് കിടക്കുമ്പോൾ രാത്രിയിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നത്, ഇന്ന് ലോകം അവസാനിച്ചിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു വിടുതൽ നേടാമെന്ന് ഓർത്ത് പ്രാർത്ഥിച്ചാണ് കിടക്കുന്നത്. എൻ്റെ വണ്ടി ഞാനൊരു പാലത്തിൽ ഇടിച്ച് വണ്ടി മറിച്ച് ആത്മഹത്യ ചെയ്യാനായിട്ട് വരെ ഞാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഞാനും വൈഫ് ഒരുമിച്ച് ഒരു പ്രാവശ്യം ആത്മഹത്യ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തു. സാമ്പത്തികമായിട്ട് ഒരു വിധത്തിലും മുന്നോട്ട് പോകാത്ത അവസ്ഥയിലായിരുന്നു. രണ്ടാമത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കാലിൽ വെരിക്കോസ് വെയിൻ വന്നത് എനിക്ക്. അപ്പം വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ ഒരു കാല് കംപ്ലീറ്റ് വെരിക്കോസ് വെയിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി ചെയ്യുമ്പോഴെല്ലാം ഭയങ്കര വേദനയായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രഗ്നൻസി കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു ഓപ്പറേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ അപ്പം മൂത്ത മോള് വരുമ്പോഴത്തേക്കും അവളും ചെറുതായതുകൊണ്ട് എനിക്കതിനെ ഒന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, ഈ വേദന കാരണം. അപ്പോൾ അവളെ ഞാൻ വഴക്ക് പറയും, അടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ മൊത്തത്തിൽ അങ്ങനെ തകർന്നിരിക്കുകയായിരുന്നു എല്ലാം കൊണ്ട്. പിന്നെ ഒരു സമയത്ത് ഞാൻ രാത്രി 8:30 ഞാൻ ഈ TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഓരോ ചാനലുകൾ മാറ്റി നോക്കി. അവസാനം ഞാൻ ഈ 100ാമത് ഞാൻ മാറ്റിയിട്ടിരുന്ന 100ാമത്തെ ചാനലിൽ വന്നപ്പോഴത്തേന് തോമസ് ഊട്ടുകാരൻ്റെ ഒരു മെസ്സേജ് കാണാനായിട്ട് ഇടയായി. അപ്പോൾ അത് കണ്ടപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ലെങ്കിലും എന്തോ ഒരു സന്തോഷം എൻ്റെ മനസ്സിലുണ്ടായി. ആ സമയത്ത് വൈഫ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു, ഇതെന്താ പുതിയൊരു പരിപാടി കാണുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നപോലെ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പം അത് ഒരു ദിവസം കണ്ടു, 2 ദിവസം കണ്ടു, 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വൈഫും കൂടെ കൂടിയിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇത് കാണാനായിട്ട് തുടങ്ങി. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, ഇന്നലെ ഇത് കുവൈറ്റിലെങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് പോകാമായിരുന്നല്ലോ, നമുക്കൊന്ന് ഈ മീറ്റിംഗ് ഒന്ന് അറ്റൻഡ് ചെയ്യാമായിരുന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് കുവൈറ്റിലെ കോൺടാക്ട് നമ്പർ അതിനകത്ത് സ്ക്രോൾ ചെയ്ത് കാണിച്ചു. ആ നമ്പർ പെട്ടെന്ന് ഞങ്ങൾ നോട്ട് ചെയ്ത് ആ നമ്പറിൽ ഞങ്ങൾ വിളിച്ചു. അന്ന് മുതൽ എമിലി ഫിഷിൽ മീറ്റിങ്ങിന് പോകാനും കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായി. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേക്കിന് വിനോദ് ബദർ ഇങ്ങനെ വെരിക്കോസ് വെയിൻ സൗഖ്യമാകുന്നെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഞങ്ങളത് ഏറ്റെടുത്തു. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോഴത്തേക്കിന് ആ കാലിലെ കംപ്ലീറ്റ് പാട് മാറി, പൂർണ്ണമായിട്ട് ആ വേദനയും മാറി. അന്ന് മുതൽ ഇന്ന് വരെ പിന്നെ എനിക്കതിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. സത്യത്തിൽ ആദ്യത്തെ ദിവസം പ്രേയറിന് പോയി ആ ഉണ്ടായിരുന്ന മണിക്കൂറുകൾ മുഴുവൻ ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു. അവിടെ പറയുന്നത് എനിക്കത് കേട്ടോണ്ടിരിക്കാൻ പോലും, കാരണം അതുപോലെ എൻ്റെ ഭാരം അവിടെ നിന്ന് എടുത്തു മാറ്റി കർത്താവ്. ആ ദിവസം തന്നെ മനസ്സിലുണ്ടായിരുന്ന മൊത്തം ഭാരവും ആ ഒരൊറ്റ പ്രയർ മീറ്റിങ്ങിൽ തന്നെ ഞങ്ങളുടെ മുഴുവൻ മാനസിക ഭാരം എടുത്തു മാറ്റി. പിന്നീട് ഇന്ന് വരെയും ഒരു പ്രശ്നത്തിന്മേലെ ഞങ്ങൾ മാനസികമായി ടെൻഷൻ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അന്ന് ഞങ്ങൾക്ക് ഭയങ്കര ഹൃദയ സമാധാനം കിട്ടി. ആ സമയത്തും ജോലിയില്ല, പൈസയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ നല്ല പ്രത്യാശ വന്നു. ഒരു ദിവസം ഇതുപോലെ തന്നെ എൻ്റെ ക്ലിനിക്കിൽ ഓർഡർ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ ഹസ്ബൻഡ് എന്താ? ഞാൻ പറഞ്ഞു, അങ്ങനെ ചെറിയ ജോലിയൊക്കെ ഉണ്ട്, അപ്പോൾ ഫാർമസി ജോലി ചെയ്യാൻ ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ പ്രത്യേകിച്ച് അങ്ങനെ ഫാർമസി എക്സ്പീരിയൻസ് ഒന്നുമില്ല, കമ്പ്യൂട്ടർ അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടർ അറിയാം, എന്നാൽ സാറ്റർഡേ മുതൽ വന്ന് ജോലിക്ക് ജോയിൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. ഒറ്റ ദിവസം കൊണ്ട് Thursday പറഞ്ഞു, സാറ്റർഡേ മുതൽ ജോലി കിട്ടി. 2 വർഷം കഴിഞ്ഞ് ജോലിയെ സാലറി ഇൻക്രിമെൻ്റായി. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടെന്ന് അവിടെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ആക്ച്വലി ഞങ്ങൾക്ക് മൂത്ത കുഞ്ഞിന് പാല് കൊടുക്കാൻ പോലും അവസ്ഥയില്ലായിരുന്നു. ഞാൻ പലപ്പോഴും കട്ടൻ ചായ ഉണ്ടാക്കി കുപ്പിയിലാക്കി കൊടുക്കുമായിരുന്നു. അപ്പം രണ്ടാമതൊരു പ്രഗ്നൻസി ആയപ്പോൾ തന്നെ ഇനി എന്ത് ചെയ്യുമെന്നുള്ളൊരവസ്ഥയായിരുന്നു. അങ്ങനെ പലപ്പോഴും മൂത്ത മോൾക്ക് പാല് കൊടുക്കാതിരുന്ന സമയത്തും കട്ടൻ ചായ കൊടുത്ത സമയത്തൊക്കെ ഞങ്ങൾ ഒത്തിരി സാമ്പത്തികമായി ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് രണ്ടാമത് പ്രഗ്നൻ്റ് ആകുന്നത്. അത് ഒരു 7 മാസമൊക്കെ ആയപ്പോൾ വെരിക്കോസ് വെയിൻ കൂടി. ആ സമയത്ത് ചാച്ചി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ജ്യൂസ് കൊണ്ടുവരും, ഏതാണ്ട് എക്സ്പയർഡ് 2-3 ദിവസം കഴിയുമ്പോൾ എക്സ്പയർഡ് ആകുന്ന ജ്യൂസ് കൊണ്ടുവരും. അപ്പോൾ ആ ജ്യൂസ് 2 കൈയിലും തൂക്കി കൊടുക്കാവുന്നവർക്കെല്ലാം, കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം കൊടുക്കും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് താഴെ കടയിൽ പോയി ഞങ്ങൾ അന്ന് കഴിക്കാനുള്ള പച്ചക്കറിയും സാധനങ്ങളും മേടിച്ചിട്ടുണ്ട്. അത് ശരിക്കും
ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടി. അവസ്ഥയെന്ന് പറഞ്ഞാൽ ആ ഒരു നേഴ്സിംഗ് യൂണിഫോം ഇട്ട് ജോലിക്ക് പോകുമ്പോൾ 2 കൈയിലും കാലിലെ വേദനയും ഈ ജ്യൂസ് പിടിച്ചുകൊണ്ട് പോകുന്ന ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് നോക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ ഒത്തിരി 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 എത്ര പറഞ്ഞാലും എത്ര വർണ്ണിച്ചാലും മതിയാകത്തില്ല. ഇന്ന് ഞങ്ങളെ ഒരുപാട് ഉയർത്തി മാനിച്ചു കർത്താവ്. കുവൈറ്റിൽ ഒരു ദിവസം 5 ടൺ വെജിറ്റബിളാണ് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്, ഞാനും എൻ്റെ ഫാദറും കൂടി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ബിസിനസ് തകർന്ന് ഒരു ഏതല കരിയാപ്പല പോലും വാങ്ങിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എൻ്റെ ജീവിതം മാറി. പക്ഷേ എൻ്റെ കർത്താവിനെ അറിഞ്ഞ് ആ ജീവിതം മാറിയില്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്ത് തന്നെ മാറ്റപ്പെട്ടു പോയേനെ. ഞാനിപ്പോൾ ഈ വീട്ടിൽ ജീവിക്കുമ്പോഴത്തേക്കിന് എനിക്കറിയാം, ഞാൻ 2004 ഈ ഫ്ലാറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്കിന് ഇത് ശരിക്കും ഒരു ഇരുട്ട് മുറിയായിരുന്നു. പക്ഷേ 2007 കർത്താവിനെ അറിഞ്ഞ് പ്രെയർ മീറ്റിങ്ങിന് പോകാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് ഈ വീട്ടിൽ എനിക്കറിയാം ഒരു പ്രത്യേക പ്രകാശം ഈ വീട്ടിൽ വന്ന് ഒരു നല്ല ബ്രൈറ്റ്നസ് ആയിട്ട് മാറി. ബിസിനസ് തകർന്നപ്പോഴത്തേക്കിന് ഏകദേശം 65,000 KD, അതായത് 1.25 കോടി രൂപയോളം എനിക്ക് കടം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ അറിയത്തില്ല ഇതെങ്ങനെ എൻ്റെ കർത്താവ് എൻ്റെ കടം വീട്ടിൽ. എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്ന് ആ യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നു. ആ ദിവസം TV യിൽ കൂടി ഞാൻ ആ മെസ്സേജ് കണ്ട് ആ തോമസ് കുട്ടി ബ്രദർ പറയുന്ന ആ യേശുവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം നാശമായി പോയേനെ. ഞാനൊരു 10 ആയുസ് 365 ദിവസം ജോലി ചെയ്താൽ പോലും എനിക്ക് കടം എൻ്റെ മാനുഷികമായിട്ട് എനിക്കത് വീട്ടാനൊക്കത്തില്ല. എത്ര നമുക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും യേശു തരുന്നൊരു സന്തോഷവും സമാധാനവും അത് വേറെ എവിടെ നിന്നും കിട്ടത്തില്ല. മനുഷ്യരിൽ നിന്നും കിട്ടുന്നില്ല, സമ്പത്തിൽ നിന്നും കിട്ടത്തില്ല യേശുവിൻ്റെ സമാധാനം. എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, യേശുവിനാൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും എന്ത് വേണമെങ്കിലും ഈ യേശുവിനോട് പറഞ്ഞാൽ, ഈ യേശുവിനെ നമ്മുടെ കൂടെ നടത്തിയാൽ, കൂടെ കൊണ്ടു നടന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു നിരാശയോ ഒരു ബുദ്ധിമുട്ടോ ഒരു പ്രയാസമോ ഒന്നും ഉണ്ടാകാൻ കർത്താവ് നമുക്ക് ഇടവരുത്തത്തില്ല. ഇതിലേറ്റവും കൂടുതൽ ജീവിതത്തിൽ സമാധാനം, സന്തോഷം, അത് ഏറ്റവും വലുത്. അത് യേശുവിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. എത്ര മനോഹരമായ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. യേശു ക്രിസ്തുവിൽ ഒരുവൻ ആശ്രയിച്ചാൽ 1 സമാധാനം, 2 സന്തോഷം, 3 സ്വസ്ഥത. ഇത് 3ഉം മറ്റാർക്കും ഏതിനും നൽകാൻ പറ്റത്തില്ല. ഇന്ന് ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ സനു ബ്രദറും വൈഫും ഇന്ന് കുവൈറ്റിൽ ഹെവൻലി ഫീസ്റ്റ് ചർച്ചിൻ്റെ ലീഡേഴ്സാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ അവർ ഏറ്റവും മുൻനിരയിൽ നിന്ന് അവിടുത്തെ ശുശ്രൂഷകരോടൊപ്പം കർത്താവിനെ സന്തോഷത്തോടെ ഒരു പെറുവെറുപ്പുമില്ലാതെ മുന്നേറുവാൻ കർത്താവ് ഈ കുടുംബത്തെ ഉപയോഗിച്ചു. ഒരു കാര്യത്തിൽ പൂർണ്ണമായി നമുക്ക് ഉറപ്പിക്കാൻ പറ്റും, കൂരുരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരു അനർത്ഥവും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം യേശുവാണ് എൻ്റെ ഇടയൻ. യേശുവിൻ്റെ മേൽ കർത്തൃത്വം ഒരാൾ കൊടുത്താൽ ഏത് വിഷയമായിക്കോട്ടെ അതിനകത്ത് തകരത്തില്ല. മാത്രമല്ല നന്മയിലും കരുണയിലും ആയുഷ്കാലമൊക്കെയും പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ആ കുടുംബത്തിൻ്റെ വഴിത്തിരിവ് എന്നാൽ നോക്കിക്കേ, ഒരു ടെലിവിഷൻ പ്രോഗ്രാം കണ്ടപ്പോൾ, ഒരു ടെലിവിഷൻ പ്രോഗ്രാം മാറുമ്പോൾ നിരാശയിലായിരിക്കുന്ന സനുബ്ര TV പ്രോഗ്രാം കാണുമ്പോൾ ഓർത്ത് നോക്കുക, അവർ കുടുംബമായി ആത്മഹത്യ ചെയ്യാൻ ഇരുന്ന ആ കുടുംബം ആ TV യിലൂടെ കേട്ട സുവിശേഷം നിമിത്തം യേശു അവരുടെ ഉള്ളിൽ ക്രിയ ചെയ്യാനിടയായി തീർന്നു. ദിസ് ഈസ് അമേസിങ്. നമ്മൾ ഇത് ചില സാക്ഷികളെ നമ്മൾ കേൾക്കാറുള്ളൂ. പക്ഷേ എനിക്കറിയാം 10,000 കണക്കിന് ആൾക്കാർ, ചിലരെന്നെ കാണുമ്പോൾ പറയും ഇത് ഞങ്ങളുടെ ഓക്സിജനാണ്, ഇത് കാണാതെ ഞങ്ങൾ വെളിയിൽ പോലും ഇറങ്ങത്തില്ല. പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഏറ്റവും വലിയ പവർ. സോ നമുക്കിന്ന് പ്രാർത്ഥിക്കാം. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ദൈവവചനത്തിൽ മനോഹരമായൊരു വചനമുണ്ട്. നമ്മൾ പ്രതിസന്ധിയിലൂടെ പോകുമ്പോൾ ആ പ്രതിസന്ധിയിൽ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് കഴിഞ്ഞാലും ആ പ്രതിസന്ധി അവിടെ നിൽക്കുമ്പോൾ അതിൽ തരണം ചെയ്യാൻ കർത്താവ് സഹായിക്കും. ആ തരണം ചെയ്യുന്ന ആ ഉറപ്പ് ലഭിക്കുന്നത് മറ്റുള്ളവരുടെ ആശ്വാസത്തിനാണ്. ഈ സാക്ഷ്യം കേട്ട് അനേകർ കണ്ടേക്കാം. ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി ടു യു ദാറ്റ് ജീസസ് ക്രൈസ്റ്റ് വിൽ സെറ്റ് യു ഫ്രീ. യേശു ക്രിസ്തു പൂർണ്ണമായി നിങ്ങളെ വിടുവിക്കും. പരിപൂർണമായി വിടുവിക്കുന്നവനാണ്
തൻ്റെ ധനത്തിന് തക്കോണം വിടുവിക്കുന്നവനാണ്. ഈ 10 മിനിറ്റിൻ്റെ ഉള്ളിൽ ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം നിങ്ങൾക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയിട്ടില്ല. തൻ്റെ സാക്ഷ്യങ്ങൾ ഞാൻ ഒത്തിരി നീണ്ടൊരു സാക്ഷ്യമാണ്. ഐ ഹാവ് ഹേർഡ് ഇറ്റ് ആൻഡ് ഐ എം സോ എൻകറേജ്ഡ് അബൌട്ട് ജീസസ് ലിവിങ് ഇൻ അസ് ആൻഡ് വർക്കിംഗ് ത്രൂ അസ്. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത വഴികളും അത്ഭുത വാതിലുകളും കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ തുറക്കപ്പെടും. ഈ കുടുംബം ചെയ്തതുപോലെ നിങ്ങൾക്കും ചെറിയൊരു കാര്യം ചെയ്താൽ മതി. യേശുവേ, എൻ്റെ ജീവിതത്തിൽ അങ്ങ് വരണം, ആ നിത്യജീവൻ്റെ ഉറപ്പ് എനിക്ക് നൽകണം എന്നൊരു വാക്ക് യേശുവെ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മുറിക്കകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് യേശു നിൽപ്പുണ്ട്. യേശു എൻ്റെ ജീവിതത്തിലൊന്ന് വന്ന് എൻ്റെ അവസ്ഥകളെ ഒന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ ഉറപ്പായി പറയാം, ജീവിതത്തിൽ വലിയ 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 മാറ്റം കർത്താവ് കൊണ്ടുവരും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവാം ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഹൃദയത്തിൽ വേദനയും പ്രയാസത്തോടെ കണ്ടവർ, അവർക്ക് ആശ്വാസം അങ്ങയിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വാക്കാണല്ലോ, അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് നൽകുവാൻ സമ്പന്നന, കൈവിടത്തില്ല, ഒരിക്കലും യേശു ഉപേക്ഷിക്കത്തില്ല. ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യം അതിന് ഉറപ്പ് നൽകുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ തടസ്സങ്ങൾ മാറട്ടെ. ശാരീരികമായി അസ്വസ്ഥതയോടെ ആരോ എന്നെ കാണുന്നുണ്ട്. കാലുകളിൽ വ്രണം ഉണങ്ങാതിരിക്കുന്നു, ശരീരത്തിൽ തളർച്ച, നട്ടലിൻ്റെ പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ കാണുന്നവർ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത അഗ്നി സൃഷ്ടിപ്പിൻ്റെ അത്ഭുതത്തോടെ ആ ശരീരത്തിലൂടെ വ്യാപരിക്കട്ടെ. അത്ഭുത സൗഖ്യമാകട്ടെ. കർത്താവെ, അങ്ങയുടെ കരുണയ്ക്കായി സ്തോത്രം. കൃപയിൽ സൂക്ഷിക്കണം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. വീണ്ടും കാണും വരെയും കർത്താവ് ധാരാളമായി തൻ്റെ കൃപയിലും നന്മയിലും നമ്മളെ സൂക്ഷിക്കും. ഗോഡ് ബ്ലെസ്. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും കോഴഞ്ചേരിക്ക് സമീപം ചെറുകോലിൽ ഓഗസ്റ്റ് 21 വെള്ളി. ശുശ്രൂഷകൾ രാവിലെ 10-ന്. നോയൽ ഓഡിറ്റോറിയം, ചെറുകോൽ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും ചെങ്ങന്നൂരിൽ ഓഗസ്റ്റ് 22 ശനി രാവിലെ 10-ന്. ഗിരിദീപം ഓഡിറ്റോറിയം, ക്രിസ്ത്യൻ കോളേജിന് സമീപം, MC റോഡ്, ചെങ്ങന്നൂർ. തോമസ് കുട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു താങ്കളെ സ്വതന്ത്രനാക്കും. सागर है तू, चांदी का राजकुमार है तू, प्रेम का सागर है तू, चांदी का राजकुमार है तू. चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति. चरणों में आकर हाथ उठाकर करते हैं तेरे